പോലീസുകാർക്കിടയിൽ ആത്മഹത്യയിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ 30 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകി. നടപടി ജനം TV വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. ജനം ബിഗ് ഇമ്പാക്ട് പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത, നിരവധി തവണയാണ് പോലീസുകാർക്കിടയിലെ ആത്മഹത്യ വർദ്ധിക്കുന്നുവെന്ന വാർത്ത ജനം TV നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അതിന് ഫലം കണ്ടിരിക്കുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, 5 വർഷം കൊണ്ട് 81ഓളം പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തിരുന്നത്. കഴിഞ്ഞ കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ മാത്രം 5 പേർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ജോലി സമ്മർദ്ദം, രാഷ്ട്രീയ സമ്മർദ്ദം, അധിക ജോലി ഭാരം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഈ ആത്മഹത്യയ്ക്ക് പിന്നിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ കഴിഞ്ഞ ഒരാഴ്ചയോളമായി ജനം TV നൽകിയിരുന്നു. ഈ പോലീസുകാർക്കിടയിലെ ആത്മഹത്യയുടെ ഈ വർധനവൊക്കെ ആദ്യം പുറത്തുവിട്ടത് ജനം TV ആണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമാന രീതിയിലുള്ള ഒട്ടനവധി റിപ്പോർട്ടുകൾ ജനം TVയുടെ ഭാഗത്ത് നിന്നും പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്, ഏറ്റവും പുതിയതായി പുറത്തുവിട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ സ്വമേധയാ ഒരു കേസ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഇക്കാര്യം ഈ വിഷയം ഇങ്ങനെ തുടർന്ന് പോകാൻ അനുവദിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് വേണമെന്നുള്ള നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ 30 ദിവസത്തിനകം ഇതിനുള്ള മറുപടി റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരുന്ന ജൂലൈ 24-ന് കോഴിക്കോട് ചേരുന്ന സിറ്റിംഗിലായിരിക്കും ഈ കേസ് പരിഗണിക്കുക. കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ വിഷയം സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി ജനം TV നിർത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക ചർച്ചകളും ഒക്കെ സംഘടിപ്പിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുൻ ഉദ്യോഗസ്ഥരുടെയൊക്കെ അടക്കമുള്ള അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ പല ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ്. അങ്ങനെ വലിയ പ്രാധാന്യം ജനം TV ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ പോലീസുകാർക്കിടയിലെ ഈ ആത്മഹത്യ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ഇതുമായി ഒപ്പം തന്നെയാണ് ഉദ്യോഗസ്ഥർ സ്വയം വിരമിക്കുന്നവരുടെ എണ്ണം കൂടുന്നത്. ഈ വിഷയങ്ങളെല്ലാം പോലീസുകാർക്കിടയിലുമൊക്കെ വലിയ രീതിയിലുള്ള സജീവമായ ചർച്ചാ വിഷയമാണ്. പോലീസുകാരുടേതായ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ എല്ലാ ദിവസവും ഈ വിഷയങ്ങൾ അവരിങ്ങനെ ചർച്ച ചെയ്യുകയും അവരുടെ ദുരിതങ്ങളൊക്കെ പറയുകയും ചെയ്യും. അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പോലീസിലെ പല മാറ്റങ്ങളും അത് വിപരീത ഫലം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിഷയങ്ങളുടെയൊക്കെ, അല്ലെങ്കിൽ ഈ മരണങ്ങൾ, ഈ ആത്മഹത്യകൾ, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള സ്വയം വിരമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടുന്നതും ഒക്കെ നമ്മൾ കാണേണ്ടത്. പ്രത്യേകിച്ച് ജീവിതം തന്നെ താളം തെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് പല പോലീസുകാരും എത്തുന്നു. കേസ് ഹാൻഡിൽ ചെയ്യാനുള്ള സാഹചര്യം അവർക്ക് ഇല്ലാതെയാകുന്നു. സംസ്ഥാന പോലീസിനെ പറ്റി പലപ്പോഴും പറയുന്ന സ്കോട്ട്ലൻഡ് യാർഡിനെ പോലും തോൽപ്പിക്കാൻ കഴിവുള്ള, അന്വേഷണം എടുക്കുള്ള ഉദ്യോഗസ്ഥരുള്ള ഒരു പോലീസ് സേനയാണ്. പക്ഷേ പലപ്പോഴും ഈ രാഷ്ട്രീയ സമ്മർദ്ദമൊക്കെ അവർക്ക് പല കേസുകളിലും പല വിഷയങ്ങളിലും ഒക്കെ അവർക്ക് വിലങ്ങുതടിയാകുന്നു. ചില സമയങ്ങളിൽ ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുന്നു. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരും അതോടൊപ്പം തന്നെ ഭരിക്കുന്ന പാർട്ടിയും നടത്തുന്ന സമ്മർദ്ദമുണ്ട്, അവർ ചെലുത്തുന്ന സമ്മർദ്ദമുണ്ട്, കേസുകളിലും മറ്റുമുള്ള ഇടപെടലുകളുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഈ പോലീസുകാരുടെ മാനസിക നിലയും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അവരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലീസിൽ അടുത്ത കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള ചില പരിഷ്കാരങ്ങളൊക്കെ, പ്രത്യേകിച്ച് സ്റ്റേഷൻ ഭരണമൊക്കെ CIമാർക്ക് കൈമാറിയത്, അതോടൊപ്പം തന്നെ സ്റ്റേഷനിലെ പ്രാദേശിക തലത്തിലുള്ള സ്റ്റേഷനുകളിലെ നടത്തിപ്പുകളുടെ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ബോധ്യമില്ലാത്ത ചില IPS ഉദ്യോഗസ്ഥരൊക്കെ ചെറിയ വിഷയങ്ങളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത്, അവരെ സമ്മർദ്ദത്തിലാക്കുന്ന. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പരിഗണിച്ചാണ് ഇത്തരത്തിൽ കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ജനം TV നൽകി വന്ന വാർത്തകൾ കാര്യത്തിൽ ഒരു വലിയ ഇമ്പാക്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നു. എന്തായാലും ജൂലൈ 24-ന് ഈ കേസ് കമ്മീഷൻ പരിഗണിക്കും. ജനം TV വാർത്തയിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. പോലീസുകാർക്കിടയിൽ ആത്മഹത്യയിൽ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. പ്രജിത് മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.